ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മൾഡോവ എന്ന് പറയുന്ന രാജ്യത്തിലെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരു കോയിൻ സെറ്റിനെ കുറിച്ചാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോയിൻ സെറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു കോയിൻസ് മൾഡോവ എന്ന് പറയുന്ന രാജ്യത്തിലെ ആ ഒരു കോയിൻസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മൾഡോവയിൽ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഡിഫറെൻറ്റ് ഡെനോമിനേഷനിൽ വരുന്ന കുറച്ച് കോയിൻസാണ്. ഇതിപ്പോൾ ഒന്ന് എന്ന് പറയുന്ന ആ ഒരു ഒന്ന് എന്ന് പറയുമ്പോൾ മൾഡോവയിലെ ആ ഒരു കോയിൻസിന് അവർ ഉപയോഗിക്കുന്നത് 1 ലീ എന്നാണ്. അപ്പോൾ ഇത് 1 ലീ എന്ന് പറയുന്ന കോയിനും, ഇത് 2 ലീ എന്നറിയപ്പെടുന്ന കോയിനും, ഇത് 5 ലീ എന്നറിയപ്പെടുന്ന കോയിനും, ഇത് 10 ലീ എന്നറിയപ്പെടുന്ന കോയിനുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 4 ഡിഫറെൻറ്റ് ഡെനോമിനേഷനിൽ വരുന്ന കോയിൻസാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു കോയിൻസിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഈ ഒരു കോയിൻസിലുണ്ട്. 4 ഡെനോമിനേഷനിൽ വരുന്ന ഈ ഒരു കോയിൻസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മൾഡോവയിൽ ഒരു എംബ്ലം, അവരുടെ ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സിമ്പൽ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന 2 ടൈപ്പ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇതിലൂടെ കാണിച്ചു തരാം. അത്യാവശ്യമല്ല നല്ലൊരു യുഎൻസി കണ്ടീഷൻ നാണയമായതുകൊണ്ടാണ് ഞാൻ കവറിൽ നിന്ന് എടുക്കാത്തത്. അപ്പോൾ ആ ഒരു കോയിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാളയുടെ ആ ഒരു പിക്ചർ നമുക്കിവിടെ കിട്ടും. ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഒരു കാളയുടെ ആ ഒരു പിക്ചർ, ഞാൻ ഈ ഒരു നാണയത്തിൻ്റെ ആ ഒരു പിക്ചർ വരുന്നത് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ കോയിന് ഞാൻ കയ്യിലെടുക്കാത്തത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും കാളയുടെ ഒരു പിക്ചർ വരുന്ന ആ ഒരു കോയിനാണ്. അപ്പോൾ 4 കോയിനും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു പിക്ചർ ഇവിടെ കിട്ടും. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു പിക്ചർ കിട്ടും. അപ്പോൾ ഇതാണ് ആ ഒരു പിക്ചർ. 4 നാണയങ്ങളോട്, അതായത് 1 ലീ, 2 ലീ, 5 ലീ എന്നുള്ള 4 നാണയങ്ങളോട് നമുക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു പിക്ചർ ഒരു കാളയുടെ ഒരു പിക്ചറാണ്. ക്രൗൺ വെച്ച ഒരു കാളയുടെ ഒരു പിക്ചറാണ്. ഇതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയിലും കൂടെ വരുന്ന 4 നാണയങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഒരു പിക്ചർ വരുന്ന നാണയം കൂടെ മൾഡോവ എന്ന് പറയുന്ന രാജ്യം പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു സെറ്റിൻ്റെ കളക്ഷനിൽ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത നാണയമാണ്. 4 നാണയങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടും. അപ്പോൾ ഒരു പിക്ചർ ബുള്ളിൻ്റെ ഒരു ഷേപ്പാണ് വരുന്നത്, ആ ബുള്ളിൻ്റെ ഒരു ഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നാണയത്തിന് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയം മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. ഏകദേശം 800 രൂപ മുതൽ 900, 1100 രൂപ വരെ ഈ ഒരു സെറ്റ് നാണയത്തിന് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വേറൊരു സെറ്റും കൂടെ ഉണ്ട്. ആ ഒരു സെറ്റിൻ്റെ പിക്ചർ ഞാൻ ഷെയർ ചെയ്യാം. ആ ഒരു നാണയം എൻ്റെ കൈവശം വന്നിട്ടില്ല. തീർച്ചയായും വന്നു കഴിഞ്ഞാൽ ആ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അടങ്ങുന്നത്, ഓരോരോ നാണയങ്ങളുടെ വാല്യൂ അടങ്ങുന്ന ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ കളക്ഷനിൽ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ പുതിയ, അതായത് നല്ലൊരു യുഎൻസി കണ്ടീഷൻ നാണയം കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. അതാണ് ഞാൻ കവറിൽ നിന്ന് എടുക്കാതെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്തിടുന്നത്. അപ്പോൾ നല്ലൊരു യുഎൻസി കണ്ടീഷൻ നാണയമാണ്. അതുപോലെ തന്നെ ഈ ഒരു സെറ്റിന് നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ്. ആ ഒരു ഫോട്ടോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലുള്ളൊരു സെറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സെറ്റ് നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.